അയുത് യൂറോപ്പിന്റെ 20ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി യുവാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. വോയിസ് ഫോർ ടുമാറോ എന്ന പേരിൽ ജൂലൈ 21 മുതൽ 28 വരെ ജർമ്മനിയിലെ MA സെന്ററിലാണ് സംഗമം സംഘടിപ്പിച്ചത്. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം പേർ പങ്കെടുത്തു. ഇന്ത്യയിലെ പിന്നാക്ക ഗ്രാമങ്ങളിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമായ അമൃത സർവകലാശാലയുടെ ലിവിൻ ലാബ്സുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഒരു പ്രധാന പരിപാടി. രഞ്ജിത് മോഹനും കൃഷ്ണനന്ദനും ജർമ്മനിയിലെത്തി ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നോർവീജിയൻ പാർലമെന്റ് അംഗം ശ്രീ ഹിമാൻഷു ഗുലാത്തി, UN സെക്രട്ടറി ജനറലിന്റെ കാലാവസ്ഥാ വ്യതിയാന യുവജന ഉപദേഷ്ടാവ് ഫച്ചു ജെങ്, സുസ്ഥിര വികസനത്തിനായുള്ള എബേഴ്സ്വാൾഡ് യൂണിവേഴ്സിറ്റിയിലെ യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ മിസ് കാതറീന ലിൻ, മുൻ യൂറോപ്യൻ ഗതാഗത കമ്മീഷണറും സ്ലൊവേനിയയുടെ ഉപപ്രധാനമന്ത്രിയുമായ ഡോക്ടർ വിയോലൈറ്റ ബൾക്ക് തുടങ്ങിയ വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുത്തു. അയുത്തിന്റെ ആഗോള അധ്യക്ഷൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി യുവാക്കളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്തു. ഭയങ്ങളെ നിസ്സങ്കോചം അഭിമുഖീകരിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സ്വാമിജി അവരെ പ്രോത്സാഹിപ്പിച്ചു. സ്വാമി ശുഭാമൃതാനന്ദപുരി യുവാക്കൾക്ക് അവരുടെ ഉള്ളിലെ ശബ്ദം കണ്ടെത്തുവാനും പ്രകടിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചു നൽകി. സ്നേഹത്തിലും ധാരണയിലും അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രാധാന്യത്തെപ്പറ്റി സ്വാമിനി അമൃതജ്യോതി പ്രാണ വ്യക്തമാക്കി. റുവാണ്ടയിൽ നിന്നുള്ള ത്രൂ ദ ഐസ് ഓഫ് ചിൽഡ്രൻ എന്ന ഫോട്ടോഗ്രാഫർമാർ അവരുടെ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തെക്കുറിച്ച് വിശദീകരിച്ചു. ദുർബലരായ കുട്ടികളെ ഫോട്ടോഗ്രാഫി പരിശീലിപ്പിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടാൻ അവരെ സഹായിക്കുന്ന സ്ഥാപനമാണിത്. സാംസ്കാരിക പരിപാടികളും സുസ്ഥിര കമ്മ്യൂണിറ്റികളും സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയിലുള്ള ശില്പശാലകളും സംഘടിപ്പിക്കുകയുണ്ടായി. ലോകത്താകെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഉത്സാഹത്തോടെയും ഇതിനുള്ള പ്രതിബദ്ധതയോടെയുമാണ് പ്രതിനിധികൾ മടങ്ങിയത്.